OPNewsന്റെ 64ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഫീച്ചർ ചെയ്യുന്ന ചെറിയൊരു സീരീസാണ് OPNews. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്സാപ്പിൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് വരുന്നു. റെഡ്മി നോട്ട് 10 സീരീസ് ഒരു Mi 10T ലൈറ്റ് റീബ്രാൻഡാണ് എന്നതിനൊരു കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. ഷോമി ഒരു പുതിയ ക്യാമറ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുകയാണ്, റിട്രാക്റ്റബിൾ ക്യാമറ ടെക്നോളജി. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ന്യൂസിലോട്ട് എടുക്കാം. ആദ്യത്തെ ന്യൂസ് വാട്സാപ്പിൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് വരുന്നു എന്നാണ്. ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ ഇപ്പോൾ വരുന്നത് 7 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്ന മെസ്സേജസ് ആണ്. ഈ ഫീച്ചർ നമ്മൾ ഒരുപാട് ആപ്പുകൾ കണ്ടാണ്. ടെലിഗ്രാമിൽ തന്നെ നമ്മൾ കണ്ടാണ്. ടെലിഗ്രാമിൽ നിന്നുള്ള എല്ലാ ഫീച്ചേഴ്സും ഇങ്ങനെ നല്ല വാട്സാപ്പ് എടുത്തുകൊണ്ട് വരികയാണല്ലോ. അപ്പോൾ അതിൽ വരുന്ന അടുത്ത ഫീച്ചറാണ് ഡിസപ്പിയറിംഗ് മെസ്സേജസ്. അപ്പോൾ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വരുന്ന ഒരൊറ്റ ടൈം ലിമിറ്റേ ഉള്ളൂ. 7 ദിവസത്തെ ടൈം ലിമിറ്റാണ്. ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് 7 ദിവസം കഴിഞ്ഞ് മെസ്സേജസ് തന്നെ ഡിലീറ്റ് ആയി പോവുകയാണ്. നമ്മൾ വാട്സപ്പ് മെസ്സേജ് ഡിലീറ്റഡ് എന്നൊന്നും കാണുകയില്ല. നമുക്ക് മെസ്സേജ് അവിടെ ഉണ്ടാവുകയില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഫീച്ചർ ഒഫീഷ്യലായിട്ട് റോൾ ഔട്ട് തുടങ്ങിക്കഴിഞ്ഞു. ചിലർക്ക് കിട്ടിക്കാണും, വൈകാതെ എല്ലാവർക്കും കിട്ടേണ്ടതാണ്. 1-2 ദിവസത്തിൽ എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ഇനേബിൾ ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ പറ്റി കുറച്ചുകൂടെ നോക്കാം. ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറയുന്നത് നമുക്ക് ചാറ്റുകളിൽ മാത്രമല്ല ഗ്രൂപ്പ് ചാറ്റുകളിലും നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. അഡ്മിന് മാത്രമായിരിക്കും ഗ്രൂപ്പ് ചാറ്റിൽ ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ. അതല്ലാതെ സാധാരണ പേഴ്സൺ ടു പേഴ്സൺ ചാറ്റ് ആണെങ്കിൽ നമുക്ക് എയ്തർ സൈഡ്, നമുക്കിപ്പോൾ ഞാൻ വേറൊരാൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡുള്ള ആൾക്കും ഇനേബിളും ഡിസേബിളും ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടുപേരും ഇനേബിൾ കൊടുത്താലേ നമുക്ക് ഈ പറഞ്ഞ ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓൺ ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫീച്ചർ എങ്ങനെ ഇനേബിൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ചാറ്റിൻ്റെ സെറ്റിംഗ്സ് എടുത്തിട്ട് ചാറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇത് അപ്ഡേറ്റിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വാട്സാപ്പ് എടുത്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ വാട്സാപ്പ് എടുത്ത് നോക്കുക, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യൂസിൻ്റെ ടൈം ആയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെറിയൊരു ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്യൂസാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്ന ഫോൺ ഏത് ഫോണാണ്? നോക്കിയയുടെ ഫോണാണ്. നോക്കിയയുടെ ഒരു സ്പെഷ്യൽ ഫോണാണ്. അപ്പോൾ ഇത് ഏത് ഫോണാണ് എന്നുള്ള കാര്യം കമൻറ്റിൽ അറിയിക്കുക. ക്ലൂ എന്തെങ്കിലും വേണമെങ്കിൽ ഇത് നോക്കിയയുടെ വിൻഡോസ് ഫോൺ അല്ല. അപ്പോൾ അതുമാത്രമേ ഉള്ളൂ ക്ലൂ. ഏതാണ് ഈ ഫോൺ എന്ന കാര്യം ഇപ്പം തന്നെ കമൻറ്റിൽ അറിയിക്കുക. ഓപ്ഷൻസ് ഒന്നും ലഭിക്കുന്നില്ല. റെഡ്മി നോട്ട് 10 സീരീസിലെ അല്ലെങ്കിൽ ചൈനയിലെ റെഡ്മി നോട്ട് 9 സീരീസിലെ ഫോണുകളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ കുറച്ച് പുറത്തുവിട്ടിരിക്കുകയാണ്. ചൈനീസ് ലീക്കറായ ഡിജിറ്റൽ ചാറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ലീക്കറാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഡിവൈസസിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 2 ഫോണുകളുണ്ട്. അതിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം. ആദ്യത്തേത് അതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് വേർഷനാണ്. ഹൈ എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോ ആയിരിക്കും. നമുക്ക് ഇന്ത്യയിൽ വരുമ്പോൾ പ്രോ മാക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് Mi 10T ലൈറ്റ് എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു ജസ്റ്റ് റീബ്രാൻഡ് തന്നെ ആയിരിക്കും എന്നാണ്. കാരണം നമുക്കിതിലെ സ്പെക്സും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 750G കിട്ടുന്നുണ്ട്. ഒരു 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് സിംഗുലർ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പഞ്ച് ഹോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 4820 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ Mi 10T ലൈറ്റുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ 108 MP സാംസങ് HM2 എന്ന് പറഞ്ഞാൽ പുതിയ സെൻസറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് എന്നാണ്. അതായത് Mi 10T ലൈറ്റ് തന്നെ എടുത്തിട്ട് അതിൽ നമുക്കൊരു 108 MP പുതിയൊരു സെൻസർ ആഡ് ചെയ്തിരിക്കുകയാണ്. 108 MP ക്യാമറ ഉള്ള ഫോൺ എന്നുള്ളൊരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷേ ബോഡിയും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് Mi 10T ലൈറ്റിൻ്റെ അതേ ഒരു ഡിസൈൻ തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു ഫോൺ മാത്രമല്ല, ഇതിൻ്റെ താഴത്തെ ഒരു റെഡ്മി നോട്ട് 9 ഫോണിൻ്റെ ഡീറ്റെയിലും കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതെന്താണെന്ന് നോക്കാം. ഇത് റെഡ്മി നോട്ട് 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ റെഡ്മി നോട്ട് 9 അല്ല. ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇതേ ഫോൺ റെഡ്മി നോട്ട് 10 എന്ന പേരിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കിത് ലഭിക്കാൻ പോകുന്നത് ഒരു 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതിലെ പഞ്ച് ഹോൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസർ എന്ന് പറഞ്ഞാൽ MediaTek Helio Dimensity 800U എന്ന് പറഞ്ഞ പ്രൊസറാണ്. ഈ ഫോണിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കാൻ പോകുന്നത്. 48 MP ട്രിപ്പിൾ ക്യാമറയാണ്. 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൈനയിൽ MediaTek Dimensity U വെച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇന്ത്യയിലോട്ട് ഇതേ ചിപ്സെറ്റ് വെച്ച് വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ OPNewsൻ്റെ ഫോൺ ന്യൂസ് കവറേജ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. ഷവമി ഒരു പുതിയ മൊബൈൽ ക്യാമറ ടെക്നോളജി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഷവമിയുടെ ടെലിസ്കോപ്പിക് റിട്രാക്റ്റബിൾ ലെൻസ് എന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ജസ്റ്റ് നമ്മുടെ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ലെൻസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പോലെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഓൾറെഡി ഉള്ള ക്യാമറ ലെൻസുകൾ, നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ക്യാമറ ലെൻസുകളെ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം.
നമുക്ക് നമ്മുടെ ഫോണുകളിൽ വരുന്ന ലെൻസുകളുണ്ടല്ലോ അതെല്ലാം നമുക്കൊരു ഫിക്സഡ് അപ്പേർച്ചർ ആയിട്ടാണ് ലഭിക്കാറ്. ഫിക്സഡ് അപ്പേർച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിലെ സെൻസറിലോട്ട് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് ഫിക്സഡ് ആണ്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ക്യാമറകൾ പോലെ ഒരു അപ്പേർച്ചർ വേരി ചെയ്യാനുള്ള ഒരു ടെക്നോളജി സാംസങ് അവരുടെ സാംസങ് S9 സീരീസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 2 അപ്പേർച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പേർച്ചേഴ്സ് നമുക്ക് നൈറ്റ് മോഡ് എടുക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാവുന്ന പോലെ. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളുണ്ടല്ലോ അതിലെ ലെൻസുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ സൂം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ആയിട്ട് വരുന്ന പോലത്തെ ലെൻസ്, അതേപോലത്തെ ഒരു അനോളജി അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ടെക്നോളജിയാണ് നമുക്കിപ്പോൾ ഫോണിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമുക്കിതിലൊരു ലോ ലൈറ്റ് ഇമേജ് എടുക്കണമെങ്കിൽ അപ്പർച്ചർ സൂപ്പർ ലാർജ് അപ്പർച്ചർ ആക്കി വെച്ചിട്ട് നല്ല ലൈറ്റിൻ്റെ ഒരു എമൗണ്ട് 300% കൂടുതൽ, സാധാരണ ഉള്ളതിനെക്കാട്ടിലും 300% കൂടുതൽ ലൈറ്റ് ഇൻടേക്ക് ആക്കിയിട്ട് നല്ല ഒരു ഇമേജ് എടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഡെമോ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഓൺ പേപ്പർ ഒരു കിടിലം ടെക്നോളജി തന്നെയാണ്, പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം നമുക്ക് സാധാരണ ഒരു ഫോണിൽ ഇത്രയല്ലേ ഉള്ളൂ. ഈ ഒരു സാധനം, ഈ ഒരു ക്യാമറ, ഈ ക്യാമറയുടെ ആ ഒരു സൈസ് ഉണ്ടല്ലോ, ഇത്രയും വലിയൊരു സാധനം എടുത്തു വെച്ചാൽ ഫോൺ എത്രത്തോളം തിക്നെസ് അല്ലെങ്കിൽ ഫോൺ എത്രത്തോളം തിക്കാവും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഇത് ഇപ്പോൾ ഏത് ഫോണിലാണ് വരുന്നത് എന്നൊന്നും പറഞ്ഞില്ല. ഇത് ജസ്റ്റ് ഒരു ഡെമോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. 1-2 വർഷത്തിൽ ഇത് ബാക്കി അവരുടെ ഫോണുകളിൽ വരാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജി തന്നെയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വാട്സാപ്പിന് വാട്സാപ്പ് പേ സർവീസ് ഇന്ത്യയിൽ തുടങ്ങാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം വാട്സാപ്പ് പേ ഉണ്ടെങ്കിലും അതൊരു ബീറ്റ പോലെയായിരുന്നു. അധികം ആൾക്കാർക്ക് അങ്ങോട്ട് ഇനേബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചാറ്റിൽ എടുത്തു നോക്കിയാൽ ഒരു പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണാറുണ്ടായിരുന്നു. കുറച്ച് പേര് ആദ്യത്തെ അഡാപ്റ്റേഴ്സ് ആദ്യം ട്രൈ ചെയ്തവർക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒഫീഷ്യലി, അതായത് കംപ്ലീറ്റ് റോൾ ഔട്ടിന് അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇനി മുതൽ നമുക്ക് വാട്സാപ്പിലൂടെയും UPI പേയ്മെൻറ്റ്സ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. മോട്ടോറോള ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മോട്ടോറോള G9 Power എന്നാണ് അതിൻ്റെ പേര്. ഇത് യൂറോപ്പിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോട്ടോ G9 Powerൽ നമുക്ക് ലഭിക്കുന്നത് ഒരു 6.8 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ പ്രൊസറാണ്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. 64 MP പ്രൈമറി ക്യാമറ, 2 MP മാക്രോ, 2 MP ഡെപ്ത്, 16 MP സെൽഫി ക്യാമറ ഉണ്ട്, 6000 mAh ബാറ്ററി നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില ഇപ്പോൾ കാണുന്നതാണ്. ഇതിപ്പോൾ യൂറോപ്പിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വൈകാതെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മോട്ടോറോള യൂറോപ്പിൽ ഒരു ഫോൺ കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മോട്ടോ G5G എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്താണ് നോക്കാം. ഇത് കുറച്ചുകൂടെ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. G9 Power എന്നത് ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഈ പറയുന്ന മോട്ടോ G5G എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഹൈ എൻഡ് ഫോണാണ്. അപ്പോൾ ഇതൊരു 5G ഫോൺ തന്നെയാണ്, പേരിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോട്ടോ G5G യൂസ് ചെയ്യുന്നത് ഒരു 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു പഞ്ച് ഹോളുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറഞ്ഞ പ്രൊസറാണ്. മോട്ടോ G5G നമുക്ക് ലഭിക്കുന്നത് ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ്. 48 MP കോഡ് ക്യാമറയാണ്. 48 MP പ്രൈമറി ക്യാമറ, 5 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ, 2 MP ഡെപ്ത്, 16 MP സെൽഫി ക്യാമറ, ഒരു 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ കാണുന്നതാണ്. ഇത് ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. ലെനോവോ അവരുടെ ഏറ്റവും പുതിയ K സീരീസിലെ ഫോണായ Lenovo K12 Note എന്ന് പറഞ്ഞ ഫോൺ സൗദി അറേബ്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്ന ഒരു 6.5 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ പ്രൊസറാണ്. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 48 MP പ്രൈമറി ക്യാമറ, 2 MP മാക്രോ, 2 MP ഡെപ്ത്, ഒരു 16 MP സെൽഫി ക്യാമറ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ സൗദിയിലെ വില ഇപ്പോൾ കാണുന്നതാണ്. ഇത് വൈകാതെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുമോ ഇല്ല എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇതേ ഫോൺ വേറൊരു പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതാണ്. മോട്ടോ G9 എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോൺ തന്നെയാണ് ഇപ്പോൾ സൗദിയിൽ K12 Note എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്നത്. സാംസങ്ങിന്റെ ഗാലക്സി A സീരീസിലെ അടുത്ത ഫോണായ സാംസങ് ഗാലക്സി A12 എന്ന് പറഞ്ഞ ഫോൺ NFC സർട്ടിഫിക്കേഷൻ അതോറിറ്റി ലിസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം ഇതും വൈകാതെ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതൊരു ബഡ്ജറ്റ് ഫോൺ തന്നെയായിരിക്കും. A സീരീസിലെ ഏറ്റവും താഴത്തെ ഒരു ഫോണായിരിക്കും. ഒരു 10,000-12,000 രൂപയുടെ ഒരു ഫോൺ തന്നെയായിരിക്കും. ഷവോമി ഒരു പുതിയ പവർ ബാങ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷവോമി Mi Pocket പവർ ബാങ്ക് പ്രോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് തന്നെയാണ്. ഇത് നമ്മുടെ ഷവോമിയുടെ സാധാരണ പവർ ബാങ്കിനെക്കാട്ടിലും അതിൻ്റെ ഒരു പകുതിയുള്ളൂ സൈസ്. അപ്പോൾ അതിനർത്ഥം കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. അതുപോലെ ഇതിൽ നമുക്ക് 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഷവോമിയുടെ Redmi Note 9 മാത്രമേ ഇപ്പോൾ ഈ ഒരു ഇത്രയും ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ. ബാക്കിയുള്ളതിലെല്ലാം 33 വാട്ടാണ് അല്ലെങ്കിൽ 18 വാട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ
കൊടുത്ത് എന്ന് ഉറപ്പില്ല. ഇതിൻ്റെ വില 1099 രൂപയാണ്. ഇത് മീ സ്റ്റോറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഷവോമി ഇന്ത്യ ഒരു പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ് മീ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഈ ഒരു പ്ലാൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പുതിയൊരു ഷവോമി ഡിവൈസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പ്ലാനും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഷവോമി തന്നെ ഈ ഒരു ഡിവൈസ് എക്സ്ചേഞ്ചിന് എടുക്കാം. അതായത് എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ വെറുതെ എടുക്കില്ല, കുറച്ചുകൂടെ ബോണസ് ആയിട്ട് മിനിമം ആയിട്ട് ഇത്രയും എമൗണ്ട് അവർ തരും എന്നുള്ള ഒരു ബൈബാക്ക് പ്ലാനാണിത്. അതായത് 4 to 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ചേഞ്ചിന് കൊടുക്കുകയാണെങ്കിൽ 70%, നമ്മൾ വാങ്ങിയ പ്രൈസിൻ്റെ 70% ലഭിക്കും. പിന്നെ 7 to 9 ആണെങ്കിൽ 60% പ്രൈസ് നമുക്ക് ലഭിക്കും. 10 to 12 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ 50%, 15 to 15 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ 40%. അതായത് നമ്മൾ വാങ്ങുന്നതിൻ്റെ വിലയാണ് പറയുന്നത് എക്സ്ചേഞ്ച് കൊടുക്കുമ്പോൾ. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീയുടെ ഔട്ട്ലെറ്റ്സിൽ മാത്രമാണ്. നമുക്കിത് ഓൺലൈനിൽ, അതായത് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ മീ സ്റ്റോറിലോ ഒന്നും ലഭിക്കുന്നില്ല. ഇത് മീയുടെ പ്രിഫേർഡ് പാർട്ട്നേഴ്സിലും മീ ഹോമിലും മീ സ്റ്റോറിലും മാത്രമാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ OPNewsൻ്റെ എപ്പിസോഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.